കൈമാറുന്നു ദേവദാസിന്റെ അടുത്തോട്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഗ്രീസ് ഫാമിലി ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിലെ ഈ പ്രഭാതത്തിലെ ശുശ്രൂഷകൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. വർഷിപ്പ് ലീഡ് ചെയ്ത കർത്തൃദാസി, പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസി, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ ഇന്ന് പ്രഭാതത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയ ശ്രേഷ്ഠരായ ദൈവദാസിമാർ, മാതാക്കൾ, പിതാക്കന്മാർ, സൗരസ്വരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം വന്ദനത്തെ അറിയിക്കുകയാണ്. ശേഷിയാൽ ഈ ആത്മീയ കൂട്ടായ്മകൾക്ക് നേതൃത്വം വഹിക്കുന്ന ബീനാന്റിയെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ താൻ യാത്രയിലായിരിക്കുമെന്ന് അറിയിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപ തന്റെ മകളായിരിക്കുന്നിടത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവിന്റെ ദാസിയും കുടുംബമായി മാനിക്കട്ടെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെല്ലാം ദൈവം വലിയ വിശാലതയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെയായി നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിൽ വിവിധമായ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മറ്റു മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നതായ അവസ്ഥകൾ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം സമാധാനം വരുത്തട്ടെ. സകല വിധത്തിലുള്ള ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. യുദ്ധമേഖലയിലൊക്കെ ആയിരിക്കുന്നവർ ഇന്ന് പകലിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിന്റെ സമാധാനത്തിൽ ദൈവം കാക്കട്ടെ എന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ദിവസങ്ങൾ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ ഒരു വചനഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്ക് സുപരിചിതമായ ചില ചിന്തകൾ വേഗത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുയേശുവിൽ ശരണപ്പെടുന്നു. പ്രഭാതയാമത്തിൽ ഒത്തിരി തിരക്കിന്റെ നടുവിലാണല്ലോ ദൈവമക്കളോടി ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്നത്. വിവിധ ടൈം സോണുകളിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നതായിട്ട് അറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മളെ നടത്തി ഭരിക്കട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം, അതിന്റെ 18, 19, 20 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു വരികയാണ്. 16 മുതൽ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. 18, 19 വാക്യം ശ്രദ്ധിക്കുക. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്നും സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും. അതിന്റെ 20-ാം വാക്യത്തിലെ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്. 20-ാം വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായ വാക്യം. എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തു യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. 20-ാം വാക്യം ആദ്യ ഭാഗം ഇങ്ങനെ വായിക്കുക. എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലം വരും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ പദം പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആകയാൽ എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലം വരും. ഇന്ന് പകലിൽ ഹൃദയത്തെ തൊട്ടിട്ട് പറയുക, കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസത്തിന്റെ കാലം വരുമെന്ന് പറയാം. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ വചനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിനു വേണ്ടി വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അന്യഭാഷ അടയാളമായി ലഭിച്ചവർ അല്പസമയം കൂടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 5 മണി മുതൽ സമയങ്ങളിൽ പലരും ഇതിനകത്ത് ജോയിൻ ചെയ്തു. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഇരുന്ന് എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്ത് അല്പസമയം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതരഘടകജന ദൈവ സാന്നിധ്യം നമ്മളായിരിക്കുന്ന ഭവനാന്തർ ഭാഗത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിഷേകത്തോടെ ആലരി പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിന്റെ പ്രകാശനത്തെ തടയുന്ന
വചനം പ്രകാശിക്കപ്പെടേണ്ട നിലകളിൽ പ്രകാശിക്കപ്പെടാതെ, വചനം ഗ്രഹിക്കേണ്ട നിലകളിൽ ഗ്രഹിക്കാൻ കഴിയാത്ത നിലകളിൽ തടസ്സമിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീങ്ങിപ്പോകട്ടെ. ഈ പ്രഭാതത്തിനകത്ത് ദൈവത്തിന്റെ വചനം ഒരു മന്ന പോലെ ഇന്ന് പകലിൽ നമുക്ക് തൃപ്തിയാകും വണ്ണം, നമ്മളെ തൃപ്തിപ്പെടുത്തും വണ്ണം, നമ്മുടെ വിശപ്പ് അടക്കും വണ്ണം ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, വചനത്തിലൂടെ ദൈവത്തിന്റെ ആലോചനകളെ കൈമാറാൻ, വചനത്തിനകത്തൂടെ വിടുതലുകളെ കൈമാറാൻ, വചനത്തിനകത്ത് എന്തെല്ലാം പറഞ്ഞിരിപ്പുണ്ടോ അതെല്ലാം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. റാസ്മധാര വൈഡധരാജന ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ഭവനങ്ങൾക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. 27 ഡിവൈസിനകത്ത് ഞാൻ ഉൾപ്പെടെ 27 ഡിവൈസുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ ഭവനങ്ങൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. വേദവൈഡ പ്രഭജാന വൈഡവരഘടക ജനഘടകസ്യാര ജുഡമന്തേര വൈഡവരക ശബാല ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് പകൽ കത്തട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ വചനത്തെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് തുറന്നു തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയുടെ നാവിനെ കർത്താവ് ചലിപ്പിക്കണമെന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ നാവിനെ അങ്ങ് അഭിഷേകം ചെയ്ത് ഇന്ന് പകലിൽ അങ്ങയുടെ മക്കൾക്ക് ആവശ്യമാർന്ന ആലോചനകളെ ദൈവാത്മാവ് അവർക്ക് അതിൽ പകർന്നു കൊടുക്കണമെന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണം. അങ്ങയുടെ നാമം മാത്രമേ ഉയരാവൂ, അങ്ങയുടെ നാമം മാത്രമേ പ്രശംസിക്കപ്പെടാവൂ. എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും എല്ലാ മഹത്വവും പുകഴ്ചകളും യേശുവപ്പ അങ്ങയ്ക്ക് മാത്രമുള്ളതാ. വചനത്തിലൂടെ ഞങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. അതേ ഞാൻ വചനം അയച്ചു വിടുവിക്കുക, നിങ്ങളുടെ കുഴികളിൽ നിന്ന് എന്നെ കയറ്റുമെന്ന് വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ വചനത്തിന്റെ ശക്തിയെ വിടുതലായി പരിണമിക്കട്ടെ. യഥാവി രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, വഴികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ, പുതിയത് ചിലത് സൃഷ്ടിക്കപ്പെടട്ടെ, നന്മകൾ വെളിപ്പെട്ടു വരട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ. ഞങ്ങളുടെ അവകാശത്തിന്മേൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് പകല ദൈവവചനത്താൽ അഴിയണം. ഹല്ലേലൂയ, റാസ്ബ വൈഡജ വൈഡജ ലഗജ മറാ സെഗീരി വൈഡ വചനത്തിന്റെ ശക്തി ശക്തമായിട്ട് വ്യാപരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. മഹത്വം വെളിപ്പെടും. ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കുന്നു കർത്താവ്. ഒരിക്കൽ കൂടി അടിയനെ സമർപ്പിക്കുന്നു, നാവായി നിർത്തും. അടിയനോടൊപ്പമായിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വചനഭാഗത്തിലേക്ക് കടക്കുക, സമയം ഒട്ടും പാഴാക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരും തിരക്ക് പിടിച്ച അന്തരീക്ഷത്തിലായിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് എഴുതുവാനാണ് വേദപണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനകത്ത് പരിശുദ്ധാത്മാവ് തന്നെ ദാസന്മാരെ, അപ്പോസ്തലന്മാരെ വ്യത്യസ്തമായ നിലകളിൽ ഉപയോഗിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. മാളിക മുറിയിൽ പകർന്ന അഭിഷേകത്തിന്റെ പകർച്ച അല്ലെങ്കിൽ ഓരോ അപ്പോസ്തലന്മാരിലൂടെ അത് ദൈവസഭകൾക്കകത്തേക്ക് പകരുവാനിടയായി തീർന്നു. ഈ നൂറ്റാണ്ടിലായിരിക്കുന്ന നമ്മുടെ മേലും ദൈവം അത് പകരുവാനിടയായി തീർന്നു, അല്ലേ? ഹാലലി, അത് ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്നതിന് കനപ്പുറമായ അപ്പോസ്തലന്മാരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവർത്തികൾ, അതിനകത്ത് നമുക്കറിയാം മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന പത്രോസ് യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലേക്ക് പ്രാർത്ഥനാ സമയം അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സിനഗോഗിലേക്ക് കടന്നു പോകുന്ന സമയത്ത് സിനഗോഗിന്റെ സുന്ദരം എന്ന സിനഗോഗിന്റെ വാതിൽക്കൽ ഇരുന്നൊരു മനുഷ്യൻ അവനെ കൊണ്ടിരുത്തുകയായിരുന്നു. മുടന്തനായിരുന്നു, പിറവിയിലെ മുടന്തനായിരുന്ന മനുഷ്യന് അവനെ കൊണ്ടിരുത്തുമാറുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് അറിയാം. അവൻ യാചകനായിട്ടിരിക്കുകയാണ്. അവനതിലെ പത്രോസും യോഹന്നാനും കടന്നു വരുന്നത് കണ്ട വല്ലതും കിട്ടുമെന്നോർത്ത് അവരോട് യാചിക്കുവാനിടയായിരുന്നു. പക്ഷെ പത്രോസ് യോഹന്നാനോട് കൂടെ അവനോട് ഉറ്റു നോക്കിയിട്ട് അവനോട് ഒറ്റ പറച്ചിൽ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നും തരാനില്ല,
ഞങ്ങൾക്ക് തരാനുള്ളതൊന്നുണ്ട്. അത് യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യമാണ്. അത് നീ പ്രാപിച്ചാൽ ഇനി നീ ഇവിടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അത് അവരെ പകരുവാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ കാലും നിലയാണിയുമൊക്കെ ഉറച്ചു അവൻ ആരാധിച്ചുകൊണ്ട് ദേവാലയത്തിനകത്തേക്ക് കയറി. ഇതാണ് സന്ദർഭം. ഇതിനനന്തരമായി അവിടെ നിന്നവർക്കെല്ലാം ഒരു ആശ്ചര്യം, ഇതുവരെ സംഭവിക്കാത്തൊരു സംഭവം. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേന് പത്രോസ് അതെന്ത് ചെയ്യുന്നു? സുവിശേഷം പറയുവാൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ഇടയാക്കി, അല്ലേ? അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടകളിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നാമം ഉയരുന്ന, അത്ഭുതം ചെയ്ത പത്രോസിന്റെ നാമം ഉയരുന്നതിനേക്കാളപ്പുറമായി, യോഹന്നാന്റെ നാമം ഉയരുന്നതിനേക്കാളപ്പുറമായി യേശുവിന്റെ നാമം ഉയരട്ടെ. ഇന്ന് പകലിൽ അങ്ങനെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനകത്ത് നമ്മുടെ നാമമല്ല ഉയരേണ്ട, നമ്മുടെ പേരല്ല ഉയരേണ്ട, കർത്താവേ അങ്ങയുടെ നാമം ഉയരണം. സങ്കീർത്തനക്കാരൻ പാടുന്നില്ലേ? അല്ലെങ്കിൽ ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി. ഇന്ന് ഒരു പകൽക്കാലം ദൈവനാമം മഹത്വം എടുക്കുമാറ് ചില അത്ഭുതങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ, ചില വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും? കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി അത് കർത്താവ് ചെയ്യട്ടെ, അത് നമ്മിലൂടെ ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, എന്നിലൂടെ നിങ്ങളിലൂടെയും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവശക്തനാ. യോഹന്നാനും പത്രോസിനും ഒക്കെ മാത്രമുള്ളതല്ല, എന്നിലൂടെയും നിങ്ങളിലൂടെയും അത് വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാ. നിങ്ങളായിരിക്കുന്ന മേഖലയിൽ, നിങ്ങളായിരിക്കുന്ന ജോലി മണ്ഡലത്തിൽ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിനകത്ത് നിങ്ങളിലൂടെ അത് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലത്തിൽ, ഈ അന്ത്യകാല ഉണർവിന്റെ കാലഘട്ടത്തിൽ ഇതിനകത്തിരിക്കുന്നവരെ എല്ലാം മിറക്കിൾ വർക്കേഴ്സായി ദൈവം എഴുന്നേൽപ്പിക്കേണ്ടത്. എനിക്കറിയത്തില്ല, അങ്ങനെ ദൈവാത്മ പറയുന്നു. ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. സാധാരണ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നിങ്ങളിലൂടെ വെളിപ്പെടുത്തും. അതിലൂടെ കർത്താവിന്റെ നാമം ഉയരുവാൻ, അതിലൂടെ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് അത് കാരണമായി മാറട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൂതനെ ഞാൻ അങ്ങനെ കൈമാറുകയാണ്. പത്രോസും യോഹന്നാനും ഇവന് സൗഖ്യം നൽകി. ഇവര് പറയും, ഞങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ ക്രൂശിച്ചു കൊന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശു, ആ യേശുവിലൂടെയാ ഇവൻ സൗഖ്യം വന്നത്, യേശുവിലൂടെയാ ഇവൻ ആരോഗ്യം വന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവന് ഈ ആരോഗ്യം വരാൻ കാരണം എങ്ങനെയാ? അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടല്ല, ഞങ്ങളുടെ ശക്തികൾ കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല ഇവൻ ഇന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്നു, ഇവൻ ഇങ്ങനെ ആരാധിക്കുന്നത്, ഇവൻ എഴുന്നേറ്റത് ഞങ്ങളുടേതായ ഒരു മഹിമയമല്ല, ഇത് കർത്താവിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രൂശിച്ച് കൊന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവനെ ഹല്ലേലൂയ ഇങ്ങനെ ആരോഗ്യമുള്ളവനാക്കി മാറ്റിയേ. അത് പറയുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിലൂടെയുള്ള ആരോഗ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശു ആരോഗ്യം വരുത്തും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ കർത്താവ് ആരോഗ്യം തരും? ഹല്ലേലൂയ. കർത്താവ് എനിക്ക് ആരോഗ്യം തരും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, ശാരീരിക രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹെൽത്തിനെതിരെ, നിങ്ങളുടെ ആരോഗ്യത്തെ ഹനിപ്പിച്ചുകൊണ്ട്, ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചുകൊണ്ട് വ്യാപരിക്കുന്ന സകല അന്ധകാര മേഖലകളും നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗശക്തികൾ അഴിയട്ടെ. ഈ പ്രഭാതത്തിൽ രോഗസൗഖ്യം ചിലരുടെ മേൽ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്താലുള്ള സൗഖ്യം, അതേത് രോഗമായാലും, അല്ലെങ്കിൽ എത്ര കഠിനമായ രോഗമായാലും, അത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ജീസസ്. ഹല്ലേലൂയ. പത്രോസ് ഇവിടെ പറയാണ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിലാണ് സൗഖ്യം വന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അറിവില്ലായ്മയിലാണ് മനുഷ്യൻ യേശുവിനെ കൊന്നത്. അല്ലേ? കൊന്നതെന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്, തെറ്റായ പദം. യേശുവിനെ കൊല്ലുകയല്ലാതെ യേശു ഏൽപ്പിച്ചു കൊടുത്തു. യേശു എന്ത് ചെയ്തു? മരിക്കുക. പക്ഷെ അവരുടെ അന്നത്തെ അനുഭവങ്ങളിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ യേശുവിന്റെ മരണം ഒരിക്കലും ഒരു കൊലപാതകമോ, യേശുവിന്റെ മരണം ഒരിക്കലും അല്ലെങ്കിൽ ആത്മഹത്യയല്ല. ആത്മഹത്യയല്ല. ഹല്ലേലൂയ. നമുക്ക് തിയോളജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ തന്നെ യേശുവിന്റെ മരണം അതൊരു യാഗമായിരുന്നു, അതൊരു അർപ്പണമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൊലപാതകം എന്ന് പറയാൻ ഒരിക്കലും കൊന്നതല്ല. യേശുവിനെ കൊല്ലാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ഹല്ലേലൂയ. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ ഭരമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ്
ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ വചനത്തില് ഇവര് പറയും, നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു, അല്ലെ? ഹല്ലേലൂയ. അവർ അറിവില്ലായ്മയിൽ, ആ ഒരു പദം അങ്ങനെ ഞാൻ പദം അറിവില്ലായ്മയിൽ നിന്നല്ല, ആ ഒരു സാഹചര്യത്തെ, ആ സിറ്റുവേഷനെയാണ് പത്രോസ് അവിടെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നത്. അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ ചെയ്തു. അത് ദൈവം നിങ്ങളോട് പൊറുക്കട്ടെ. ദൈവം എന്ത് ചെയ്യും? പൊറുക്കും. ഒറ്റ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ദൈവം പൊറുക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടിട്ട്, ഹല്ലേലൂയ, അന്ന് അവിടെ കൂടി വന്ന ഈ മനുഷ്യന്റെ സൗഖ്യം കണ്ട് അവിടെ കൂടി വന്ന വ്യക്തികളോട് പറയുക, ദൈവമോ ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്ന സകല പ്രവാചകന്മാരും സകല പ്രവാചകനും മുഖാന്തരം അറിയിച്ചു, മുന്നറിയിച്ചു. യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് യേശയ്യാവൊക്കെ ശക്തമായി പ്രവചിച്ചു. 22-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് പ്രവചിപ്പാനിടയായി തീർന്നു, അല്ലെ? പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചതിന് പ്രകാരമാണ് കർത്താവ് കഷ്ടമേറ്റത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇതൊക്കെ നിവർത്തിക്കപ്പെടേണ്ടത്. കർത്താവ് ഇങ്ങനെ മരിക്കപ്പെടണം. നിങ്ങൾ അവനെ തള്ളനായിരുന്നു, നിങ്ങൾ അവനെ വിട്ടുകൊടുക്കണമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങള് ബർബാസിനെ പുറത്തു കൊണ്ടുവന്നിട്ട് യേശുവിനെ ഹല്ലേലൂയ വിട്ടുകൊടുക്കും. ഇതെല്ലാം അത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയാ, ദൂതിന്റെ ആലോചനകളുടെ നിവൃത്തിയായിരുന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടത്, നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക എന്നതാണ്. ടേൺ ബാക്ക്. അല്ലെങ്കിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്കകത്തുന്നത്, ഇപ്പൊ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അവസ്ഥകളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക, ദൈവിക പദ്ധതിയിലേക്ക് തിരിഞ്ഞു വരിക, ദൈവിക വഴികളിലേക്ക് തിരിഞ്ഞു വരിക. അതാണല്ലോ മാനസാന്തരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇവിടെയും അല്ലെങ്കിൽ പത്രോസ് പറയാം, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയെ. എപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുവോ, എപ്പോൾ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയോ, അടുത്ത പദത്തിനകത്ത്, അടുത്ത വാക്യത്തിനകത്ത് അതിന്റെ അനുഗ്രഹം പത്രോസ് പറയാ, നിങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ആശ്വാസത്തിന്റെ കാലങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. എങ്ങനെ? അവിടെ 20-ാം വാക്യം പറയും, എന്നാൽ കർത്താവിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ നിങ്ങൾക്ക് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യേശുവിന്റെ മുഖത്ത്, ദൈവത്തിന്റെ മുഖത്ത് നിന്ന് ഒരാശ്വാസകാലം വരുമെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും പല നിലകളിൽ ഭാരത്തോടെ, വേദനയോടെ ആയിരിക്കുന്ന ദൈവപൈതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തെ കൈമാറുന്നു. നമ്മുടെ സമയം മാറാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പുതിയ ടൈമിനെ ദൈവം വെളിപ്പെടുത്തുവാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങൾ മറക്കും. അല്ലെങ്കിൽ ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കുമെന്ന അല്ലെങ്കിൽ ഇയ്യോബ് പറയുവാൻ ഇടയായി തീർന്നത് പോലെ ചില കഷ്ടതയുടെ അനുഭവങ്ങൾക്കകത്തു ദൈവം ചില വിടുതലുകളെ അയക്കുന്ന പകലാണ് ഈ പ്രഭാതം. ഹല്ലേലൂയ. ചിലരുടെ ടൈമുകൾ മാറുകയാ. ഹല്ലേലൂയ. സീസൺ ചേഞ്ച് എന്ന് ഞാൻ അങ്ങനെ പറയാം. ഹല്ലേലൂയ. അത് ഈ 2026 ഹല്ലേലൂയ മാർച്ച് മാസത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ സീസൺ ചേഞ്ച് ആകുകയാ. ഓരോ കാലഘട്ടം മാറുന്നത് പോലെ, ഓരോ സീസണുകൾ ഹല്ലേലൂയ നമ്മൾ പ്രകൃതിയിൽ ചേഞ്ച് ആകുന്നത് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്തും ഹല്ലേലൂയ ഇത് സീസൺ ചെയ്യുന്നു. ദുഃഖിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സന്തോഷിക്കാൻ ഒരു കാലം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദുഃഖത്തിന്റെ കാലം മാറി സന്തോഷത്തിന്റെ കാലം വരട്ടെ. നിരാശയുടെ അനുഭവങ്ങൾ മാറി ആശ്വാസത്തിന്റെ സമയം ദാ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഈ ദൂതിനെ സ്വീകരിക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിൽ എനിക്കറിയാം നന്നായിട്ട് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് വ്യക്തമായി ദൈവാത്മാവ് ചിലരെ നോക്കി പ്രവചനാത്മാവിൽ ഈ ദൂതിനെ കൈമാറുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ഇതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി ചില ഹൃദയങ്ങളോട് സംസാരിക്കുക. നിന്റെ സമയം മാറുകയാ. ആടൂര വൈഡജാല നാളുകളായി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളെ, നിരാശകളെ, വേദനകളെ ഹല്ലേലൂയ ദൈവം എടുത്തു മാറ്റിയിട്ട് ഇതാ ഒരാശ്വാസത്തിന്റെ സമയത്ത് വെളിപ്പെടുന്നു. ഇതാ റീഫ്രഷ്മെന്റിന്റെ ടൈം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഉന്മേഷത്തിന്റെ സമയം വെളിപ്പെടുകയാണ്. സന്തോഷത്തിന്റെ സമയം വെളിപ്പെടുകയാണ്. ആർപ്പിന്റെ സമയം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നന്മയുടെ ദിനങ്ങൾ ഇതാ ആഗതമാകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാനും ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരിലുള്ള വിതയാണെങ്കിൽ ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. ഇന്ന് പകൽക്കാലം പറ, വിത കണ്ണുനീരിലാണെങ്കിലും ആർപ്പോടൊരു
കൊയ്ത്തുണ്ട്, ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. അതിന്റെ സമയമായി. അത് കണ്ണുനീരിനകത്ത് കുതിർന്ന പ്രാർത്ഥനയിൽ വിതച്ച പല വിഷയങ്ങളുടെയും അലലെ വിടുതൽ ഇന്ന് പകല് വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് അത് വെളിപ്പെടട്ടെ. ചില തലമുറകളുടെ മേൽ അത് വെളിപ്പെടട്ടെ. ചില പിതാക്കന്മാരിൽ അത് വെളിപ്പെടട്ടെ. മാതാക്കളിൽ അത് വെളിപ്പെടട്ടെ. അലലി സഹോദരങ്ങളിൽ അത് വെളിപ്പെടട്ടെ. ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. എന്ന് ഈ വേദനയാണോ, എന്നും ഈ ഭാരമാണോ, ഹല്ലേലൂയ നാളുകൾ കൊണ്ട് സഹിക്കുകയാണല്ലോ. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്കകത്ത് കർത്താവ് അഴിവ് വരുത്തുകയാണ്. ചൂടബാര ഹതരാജാല ധീരജാല വൈഡജാല അർദ്ധരാജന റബജാല. ഹല്ലേലൂയ പകൽക്കാലം മനസ്സിനകത്ത് ചിന്ത വെക്കുക. ഒരാശ്വാസത്തിന്റെ കാലം. ഇത് സമയം ചേഞ്ച് ആകുന്നു, സ്ഥിതി മാറുന്നു. ഹല്ലേലൂയ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുകയാണ്. വേഗത്തിൽ ചില ചിന്തകളിലേക്ക് ഞാൻ വേഗത്തിൽ കയറി വരികയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം. തന്റെ ജീവിതത്തിനകത്ത് ഇസ്രായേൽ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, അവരെ ശത്രുക്കൾ വന്നു അവരെ വാട ഊരുവാനിടയായി തീർന്നു. വിലാപങ്ങളുടെ പുസ്തകം അതാണ്. നെബൂഖദ്നേസർ രാജാവ് വന്ന് അല്ലെങ്കിൽ യഹൂദായെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോകുന്ന ആ വഴിയാ, ആ സാഹചര്യങ്ങളാ, ആ ജനത്തിന്റെ അവസ്ഥയാ, യെരൂശലേമിൻ്റെതായ തകർച്ചയാ, അവർക്ക് നേരിട്ടതായ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിന്റെ വെളിച്ചത്തിൽ യിരെമ്യാവ് ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. 21-ാം വാക്യം, 5-21 താൻ പറയുകയാണ്, ഹല്ലേലൂയ, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളേക്ക് എന്ത് ചെയ്യണം? മടക്കി വരുത്തണം. അല്ലെങ്കിൽ എന്നിട്ട് പറയുക, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവുമായുള്ള കൂട്ടായ്മയുടെ, ദൈവവുമായുള്ള ആരാധനയുടെ, ദൈവവുമായുള്ള ഹല്ലേലൂയ ആ സന്തോഷത്തിന്റെ ദിനങ്ങൾ, ആ സമൃദ്ധിയുടെ ദിനങ്ങൾ, ഹല്ലേലൂയ കൊയ്ത്തിന്റെ ദിനങ്ങൾ, ആർപ്പിന്റെ ദിനങ്ങൾ, ഹല്ലേലൂയ നന്മയുടെ ദിനങ്ങൾ, കൊള്ള പങ്കിടുന്ന ദിനങ്ങൾ, നന്മ അനുഗ്രഹങ്ങളുടെ ദിനങ്ങൾ ദൈവമേ ഒന്ന് മടക്കി വരുത്തണം. ഇന്ന് ഏറ്റവും തകർന്നു കിടക്കുക, സ്വന്തം രാജ്യം പോലും നഷ്ടപ്പെട്ട് ദേശത്തുനിന്ന് അടിമകളായി പിടിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ പ്രവാസികളായി അടിമത്തത്തിന്റെ ചങ്ങലക്കകത്ത് ബാബിലോണിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് പോയ ജനത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ യിരെമ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുക, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരണമേ. ഇന്ന് പകൽ ഇതിനകത്ത് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു നല്ല കാലത്തിന് വേണ്ടി, ഒരു ശുഭകാലത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന്റെ കാലത്തിന് വേണ്ടി. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവമേ, നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ ദൈവ ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം ഉറയ്ക്ക്. അതുരാ ജനഘടക ശബ്ദല വൈഡരക ജലഘടക സിഹാര. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനത്തിനകത്ത് മോശ ഇങ്ങനെ പാടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിനകത്ത്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക്, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഒരു പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവമൈതലേ, യിരെമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ പണ്ടത്തെ പോലൊരു ശുഭകാലം വരണമേ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ്, ഞങ്ങൾ ക്ലേശം അനുഭവിച്ച ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ എണ്ണി ഇരുന്ന ദിവസങ്ങളുണ്ട്. ഇതെന്ന് മാറും, ഈ അവസ്ഥയെന്ന് മാറും, ഈ സാഹചര്യം എന്ന് മാറും. ഇന്നും എണ്ണി ഓരോ ദിവസത്തെ ഹല്ലേലൂയ അല്ലെങ്കിൽ വേദനയോടെ കടന്നുകൂടുന്ന ദൈവവേദനെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുക. ഈ വചനം പറയുമ്പോൾ തന്നെ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ നിലകളിലുള്ള വേദന, ഭാരം, അല്ലെങ്കിൽ പ്രയാസം, ഹല്ലേലൂയ അതിന്റെ നടുവിൽ പകൽക്കാലം മോശ പാടുകയാ, ഹല്ലേലൂയ ദൈവമേ, അല്ലെങ്കിൽ നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ അനവധിയ, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങളുണ്ട്. വർഷങ്ങളായിക്കൊണ്ട് അനുഭവിക്കുന്ന ചില വേദനകൾ, അല്ലെങ്കിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന ചില നഷ്ടങ്ങൾ, ഹല്ലേലൂയ ഇതിനകത്തു നിന്നൊരു വിടുതൽ ഉണ്ടാകണമേ. ഹല്ലേലൂയ. ഞങ്ങൾ എത്ര നാള് ദുഃഖം അനുഭവിച്ചോ, ക്ലേശം അനുഭവിച്ചോ, ഞങ്ങൾ എത്ര നാള് അനർത്ഥം അനുഭവിച്ചോ, അതിന് തക്കവണ്ണം
ഹല്ലേലൂയ. ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണമേ. ആ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന് കേട്ട് ഞങ്ങൾക്കൊരു സന്തോഷം തരണം. ഹാലലൂയ. മടുത്തു. ഹാലലൂയ. സന്തോഷത്തിന്റെ ദിനങ്ങളെ ഒന്ന് വെളിപ്പെടുത്തണമേ. ഹാലലൂയ. സംവത്സരങ്ങളെ ഒന്ന് വെളിപ്പെടുത്തണമേ. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു വാക്യം കിടപ്പുണ്ടല്ലോ. യോവേലിന്റെ പുസ്തകം 2 അധ്യായം അതിന്റെ 25 വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 25 വാക്യം. അല്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. കണ്ടോ, സംവത്സരങ്ങൾക്ക് വേണ്ടി മോശ ചോദിച്ചു. അല്ലെങ്കിൽ ദിവസങ്ങൾ, ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഒന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കാം. ഇവിടെ യോവേൽ പറയാ, ഹല്ലേലൂയ, എത്ര സംവത്സരം നീ ദുഃഖം അനുഭവിച്ചോ അതിന് തക്കവണ്ണം, ഹല്ലേലൂയ, അതിന് പകരം, അതെ, കർത്താവിന് മാത്രമേ പകരം തരാൻ പറ്റത്തുള്ളൂ എന്ന്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഇത് റിസീവ് ചെയ്യുക. ചിലതൊക്കെ മടക്കി പ്രാപിക്കുന്ന ദിനങ്ങളായി ഈ മാർച്ച് മാസം തീരട്ടെ. വെട്ടിക്കുളി തിന്നത്, പച്ചപ്പുഴു തിന്നത്, അല്ലെ വെട്ടില് തിന്നത്, അതെ, വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് തക്കവണ്ണമാ. ചില രോഗശക്തികളാണോ, ചില കടഭാരങ്ങളാണോ, അല്ലെങ്കിൽ മറ്റ് തിലകളിലെ പ്രശ്നങ്ങളാണോ നിങ്ങളെ ക്ഷയിപ്പിച്ചു കളഞ്ഞത്, നിങ്ങളുടെ സംവത്സരങ്ങളെ നഷ്ടപ്പെടുത്തിയത്? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിടുതലിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. അതുരാ ജലവൈഡ പ്രബലാല അത്തര വൈഡ പ്രവചാല. എത്ര നാൾ ദുഃഖം അനുഭവിച്ചോ, എത്ര നാൾ കഷ്ടം അനുഭവിച്ചോ, അതിന് ദൈവം പകരം തരുകയാണ്. ഇന്ന് പകൽക്കാലം ചിലത് മടക്കി പ്രാപിക്കുക. അല്ലെങ്കിൽ യോവേലിന്റെ പുസ്തകം 1 അധ്യായം അവരുടെ ജീവിതത്തിൽ മുഴുവൻ നഷ്ടങ്ങളാ. അല്ലെങ്കിൽ മുന്തിരിവള്ളി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മുന്തിരിവള്ളി ഫലമില്ല, അല്ലെങ്കിൽ അത്തി ഇല തളിർക്കുന്നില്ല, അത്തിയിലെ ഫലം മുഴുവൻ നഷ്ടപ്പെടുകയാ. അല്ലെങ്കിൽ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ദുഃഖിക്കുക, വിലപിക്കുക, നിരാശപ്പെടുകയാ. അല്ലെങ്കിൽ ഒലിവൈ കായ്കൾ കഴിയുന്നില്ല. അതായത് ആലയത്തിൽ ആരാധന ശൂന്യമായിരിക്കുന്നു, എല്ലാ നിലകളിലും തകർന്നിരിക്കുക, ധാന്യം വിളയുന്നില്ല. ഇതിന്റെ നടുവിൽ അല്ലെങ്കിൽ പ്രവാചകം വിളിച്ചു പറയുക, അല്ലെങ്കിൽ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കരയുക. ഹല്ലേലൂയ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറുക, ഹൃദയങ്ങളെ കീറുക. അത് ഇന്ന് പകൽ ഹൃദയം തകർന്നുള്ള നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കാനിടയായി തീരും. അത് തകർന്ന ഹൃദയത്തെ, നുറുങ്ങിയ ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവം ആദരിക്കും. കേട്ടോ, തകർന്നു നുറുങ്ങിയുള്ള മനസ്സിനെ ദൈവം ആദരിക്കും. അത് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണെന്ന്, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന്. ഇന്ന് പകൽക്കാല ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന, ഹൃദയം മുറിഞ്ഞുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തും. അവൻ അനർത്ഥങ്ങളെ കുറിച്ച് അനുദപിക്കുക. അവൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വിപത്തുകളെ കുറിച്ച്, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച്, നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം അനുദപിച്ചിട്ടാ. ഹല്ലേലൂയ. അതിനകത്തുനിന്നൊരു വിടുതൽ ഉണ്ടാകും. ഇതാ ധാന്യം വീണ്ടും ഉണ്ടാകാൻ പോവുക, ധാന്യം വിളയാൻ പോവുക, ഇതാ കൊയ്ത്തുണ്ടാകാൻ പോവുക, അല്ലെങ്കിൽ സന്തോഷം വെളിപ്പെടാൻ പോവുക, അല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഹല്ലേലൂയ ദൈവം പകരം നൽകുമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പകൽക്കാലം ചിലരൊക്കെ നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കുക. നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ട ദൈവിക അഭിഷേകം, നഷ്ടപ്പെട്ട വെളിപ്പാട്, നഷ്ടപ്പെട്ട പ്രാർത്ഥന, നഷ്ടപ്പെട്ട ആരാധന, ഇവിടെ അനുഭവങ്ങളെല്ലാം മടക്കി പ്രാപിക്കുക. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ചില സാമ്പത്തിക നന്മകൾ മടക്കി പ്രാപിക്കുക. നിങ്ങൾക്ക് നഷ്ടമായി പോയ വസ്തുവകകൾ അല്ലെങ്കിൽ മടക്കി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. നഷ്ടമായി
നഷ്ടമായി പോയ ബിസിനസ്സുകൾ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട തലമുറകൾ മടങ്ങി വരട്ടെ. എന്തെല്ലാം നഷ്ടങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംവത്സരങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകളെ നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ കർത്താവ് ശക്തന. അത് ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിനോട് ചോദിച്ചാൽ യോബും പറയുവാനിടയായി തീരും. അല്ലെങ്കിൽ പണ്ടത്തെ പോലൊരു ശുഭകാലം വരണമെന്ന് പറഞ്ഞ് യോബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസങ്ങളായി പിശാചു ഓരോന്നോരോന്ന് അപകരിച്ച് തന്നെ അല്ലെങ്കിൽ തലമുറകളെ കൊണ്ടുപോയി, തന്റെ നന്മകളെല്ലാം കൊണ്ടുപോയി. പക്ഷേ ദൈവം അതിന് അല്ലെങ്കിൽ ഇരട്ടിയായി മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, പകരം തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറ, പകരം തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നഷ്ടമായതിനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നില്ല. ഹല്ലേലൂയ. പകരം തരും എൻ്റെ കർത്താവ്, അതിനൊക്കെ പകരം തരും. ഹല്ലേലൂയ. ഞാൻ ഒഴുക്കിയ കണ്ണുനീര് വെറുതെ ആകത്തില്ല. ഞാൻ അനുഭവിച്ച വേദന വെറുതെ ആയി പോകത്തില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ആ നന്മ വെളിപ്പെടുത്തുക, എനിക്ക് വേണ്ടി ആ സന്തോഷം വെളിപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്മുഖത്തു നിന്ന് ആശ്വാസത്തിന്റെ കാലത്ത് ദൈവം വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ സന്മുഖത്തു നിന്ന് സന്തോഷത്തിന്റെ സമയങ്ങളെ വെളിപ്പെടുത്തുക. ഇത് സീസൺ ചേഞ്ച് ആകട്ടെ, അല്ലെങ്കിൽ ടൈം മാറട്ടെ. ലേഖ മസുക്കുറോനിയാന്തര അതുരാ ജനഘടക ശാന്തിക്കേനിയാന്തര അസാധാരണമായ ദൈവിക വിടുതലുകൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. 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 ഈ സീസണുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം ഞാൻ ഇന്ന് കയറി ഒന്ന് പറയുകയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക, ദാ ശീതകാലം കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു സമയം കഴിയുക. ഹല്ലേലൂയ. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പകൽക്കാലം ചിലതെല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഒരു ടൈം കഴിയുക. ഹല്ലേലൂയ. മഴ മാറി. അടുത്ത പറയുന്നു, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. ഹല്ലേലൂയ. ഇതാ പൂക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ പുഷ്പിക്കാൻ പോകുക, കായ്ക്കാൻ പോകുക. ഹല്ലേലൂയ. ഇതാ കാലം ചേഞ്ച് ആകുക. കാലം ചേഞ്ച്, സീസൺ ചെയ്യുക. കുറുമ്പ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായ്കൾ എന്ത് ചെയ്യുക? പഴുക്കുകയാണ്. അല്ലെങ്കിൽ മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. ഹല്ലേലൂയ. ഇത് അത്തിപ്പഴം പഴുക്കുന്നു, അത്തി പഴുക്കുക, അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് നീ എന്താ ചെയ്യേണ്ടത്? നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഇന്ന് പകൽക്കാലം പാറയുടെ മറവിൽ, ക്രിസ്തു എന്ന പാറയുടെ മറവിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, ഹല്ലേലൂയ, പിതാവേ, സഹോദര സഹോദരി, കർത്തൃദാസ ദാസി, എഴുന്നേൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ചിലത് കാണാൻ പോകുക, ചിലത് അനുഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത 15-ാം വാക്യം, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ പിടിച്ചു തരിക. ഹല്ലേലൂയ. ഇതൊരു സീസൺ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പുഷ്പിക്കലിന്റെ സീസൺ, കായ്ക്കലിന്റെ സീസൺ, ഫലത്തിന്റെ സീസൺ. എന്നാൽ ഹല്ലേലൂയ, പുഷ്പിച്ചു തുടങ്ങുമ്പോഴേ, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പുഷ്പിച്ചു തുടങ്ങും മുന്തിരി തോട്ടം. ഹല്ലേലൂയ. തോട്ടങ്ങൾ പൂത്തിരിക്കുക. അല്ലെങ്കിൽ മുന്തിരി തോട്ടം പൂത്തിരിക്കുമ്പോ മുന്തിരി വള്ളിയെ നശിപ്പിക്കുന്ന കുറുക്കന്മാർ. ഹല്ലേലൂയ. ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. ഇന്ന് പകൽക്കാലം ചില കുറുക്കന്മാരെ പിടിക്കാൻ ദൈവമക്കൾ എഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ. 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 ആഹാ. നമ്മുടെ നന്മയെ വെളിപ്പെടുത്താത്ത നില ഒരു സീസൺ ദൈവം, പുതിയൊരു സീസൺ ദൈവം തുറക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു പുഷ്പിക്കലിന്റെ, ഹല്ലേലൂയ, ഫലത്തിന്റെ,
ഹല്ലേലൂയ നന്മയുടെ സീസൺ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, ഇത് തുടക്കമിട്ട് വരുമ്പോൾ, പുഷ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ, സുഗന്ധം വീശി തുടങ്ങുമ്പോൾ തന്നെ, ഇത് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാതെ, ഹല്ലേലൂയ ഞാൻ പറയുന്ന പദം അത് ശ്രദ്ധിക്കുക, പുഷ്പിച്ചു വരുമ്പോൾ തന്നെ അടുത്ത പ്രോസസ്സിൽ, അടുത്ത പ്രക്രിയയിലേക്ക്, ഫലം കായ്ക്കലിന്റെ പ്രക്രിയയിലേക്ക് കടക്കാതെ മുന്തിരിവള്ളിയെ പറിച്ചു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ മുന്തിരിവള്ളി ഉണക്കിക്കളയുന്ന, വേരോടെ പിഴുതു കളയാൻ നിൽക്കുന്ന, മാന്തിക്കളയാൻ നിൽക്കുന്ന ദുർവ്യാപാരങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സീസൺ ചേഞ്ച് ആകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ദൂതനെ പ്രവചിച്ച് കൈമാറുകയാ. ഹല്ലേലൂയ. ചില വിടുതലുകൾ ആത്മതലങ്ങളിൽ നിന്ന് പകൽക്കാലം സംഭവിക്കട്ടെ, ആത്മമണ്ഡലത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് കരകയറി വരുമ്പോൾ, ഒന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ, ഒരു നന്മയിലേക്ക് എത്തുമ്പോൾ, ആ നന്മയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതെ, അടുത്തൊരു തലത്തിലേക്ക് കയറാൻ കഴിയാതെ, അടുത്തൊരു ഹല്ലേലൂയ തലങ്ങളിലേക്ക് കയറാൻ കഴിയാതെ പിഴുതുകളയുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീങ്ങട്ടെ. ഇതാ ഒരു പുതിയ സീസൺ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമ്പോൾ, ആ സീസണിലേക്ക് എൻ്റർ ചെയ്തു വരുമ്പോൾ, അടുത്തൊരു തലത്തിലേക്ക് കയറ്റിവിടാത്ത നിലകളിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മതലങ്ങളിൽ തകരുകയാ. ചൂട വൈഡപരഘടക ജലഗച്ഛന ജാലകട്ടി പ്രപദാരഗച്ഛ വനന്തേരി വൈഡവ അതരജാലഘടകസി അതരാജനഘടകസി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പല സാക്ഷ്യങ്ങൾ പറയുവാനില്ലേ? ഹല്ലേലൂയ. ഇതൊന്ന് ആരംഭിച്ചു വന്നതാ, അതൊന്ന് തുടങ്ങി വന്നതാ. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ അതുപോലെ അങ്ങ് ഡിമ്മായി പോയി, അതുപോലെ അങ്ങ് ഹല്ലേലൂയ അതൊന്ന് നശിച്ചു പോയി. അങ്ങനെ പറയുന്ന ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവപ്രഭൃത്തി വ്യാപരിക്കുക. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ വചനത്തെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. വ്യത്യസ്തമായ അനുഭവങ്ങൾക്കകത്തിരിക്കുന്നവരാ. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിലാകാം, നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിലാകാം, നിങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിലാകാം, നിങ്ങളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലാകാം, നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിലാകാം, അവരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലാകാം. അല്ലെങ്കിൽ ഏത് നിലകളിലാണോ അടുത്തൊരു പ്രക്രിയയിലേക്ക് വിടാതെ, അടുത്തൊരു നന്മയിലേക്ക് വിടാതെ ഹല്ലേലൂയ ശത്രുവായവൻ പിഴത് എറിയത്തക്ക നിലകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസഭ എഴുന്നേൽക്ക. ചിലതിനെ പിടിച്ചുകെട്ട ആത്മാവിൽ ബൈൻഡ് ചെയ്ത്, ഹല്ലേലൂയ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുക, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുക. നിങ്ങൾ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ജീസസ്. ഹല്ലേലൂയ. ഷൂഡാമാന ധീരജാല അലല് കുറുക്കനെന്താ മുന്തിരിവള്ളി, മുന്തിരിത്തോട്ടത്തിനകത്ത് കാര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിനകത്ത് ഇവൻ കയറേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. പഴയ ഈ സോപ്പ് കഥകൾക്കകത്ത് വായിച്ചു പറയുന്നത് പോലെ ഹല്ലേലൂയ ഈ മുന്തിരി ഇങ്ങനെ തിന്നാൻ വേണ്ടി നോക്കുക. പക്ഷെ നമ്മൾ പറയാറുണ്ട്, കിട്ടാത്ത മുന്തിരി എന്ത് ചെയ്യും? പുളിക്കും. ഇത് ഈ സോപ്പ് കഥയാ. ഹല്ലേലൂയ. ഇവന് കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി ശ്രമിച്ചു, അല്ലെങ്കിൽ ഇവനെ കിട്ടത്തില്ല ഹല്ലേലൂയ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ വേര് പിഴുതു കളയുക. അല്ലെങ്കിൽ എന്തോ ഒരു പ്രവചന ദൂതില ഞാൻ ആ വചനത്തെ കയറി പിടിച്ച് അല്ലെങ്കിൽ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി അത് കൈമാറുകയാണ്. നിന്നെ കിട്ടത്തില്ലെന്ന് കണ്ടപ്പോൾ, നിന്റെ കുടുംബത്തെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് കണ്ടപ്പോൾ, നിന്റെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ അടിവേരിനെ ഹല്ലേലൂയ മാന്തി എടുക്കുന്ന ചില അനുഭവങ്ങൾ, വേരോടെ പിഴുതു കളയത്തക്ക നിലകളിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ശക്തികൾ ഹല്ലേലൂയ ഇന്ന് പകൽ ആത്മാവി വിട്ട് ഇതാ ഒരു പുതിയ സീസൺ തുറക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ സീസണിലേക്ക് എൻ്റർ ചെയ്തു വരുമ്പോൾ അടുത്തൊരു തലത്തിലേക്ക് കയറ്റി വിടാത്ത നിലകളിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ബൈൻഡ് ചെയ്യും.
ഷാറ, നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഹാലലൂയ, നിങ്ങളുടെ മേൽ അഭിഷേകം കർത്താവ് തന്നിരിക്കുക. നിങ്ങളുടെ മേൽ ആ അധികാരം തന്നിരിക്കുക. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അതരാല ഹസിത്തര. ചില വിഷയങ്ങൾക്കകത്തൊക്കെ അന്യഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളെ വെളിപ്പെടുവാനിടയായി തീരുന്നത്. ഹാലലൂയ, പൈശാചിക തലങ്ങൾ ബൈൻഡ് ചെയ്യപ്പെടുവാനിടയായി. ചില ചില കുറുക്കന്മാരെ ബൈൻഡ് ചെയ്യപ്പെടുകയാ. ഇന്ന് പകൽ അത് സംഭവിക്കുക. നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ വെളിപ്പെടേണ്ട നന്മ വെളിപ്പെടാതെ വണ്ണം തലമുറയെ പിടിക്കാൻ നിൽക്കുന്ന, ഹല്ലേലൂയ, അവനെ പിഴുതുകളയാൻ, അവളെ പിഴുതുകളയാൻ നിൽക്കുന്ന പൈശാചിക വ്യാപാര ശക്തികൾ എന്ന പകൽക്കാലം തകരട്ടെ. തിന്മയുടെ വ്യാപാരങ്ങൾ അഴിയട്ടെ. പാപത്തിന്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ. പാപത്തിന്റെ ശക്തികൾ അഴിയട്ടെ. ഹല്ലേലൂയ, ചില അഡിക്ഷനുകൾ പൊട്ടട്ടെ. റാംസ്മല ഹവൈഡപ്രബാല തലമുറകളെ ചില അഡിക്ഷനുകളിലേക്ക് കൊണ്ടുപോകുന്ന ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തെ അത് അഴിയട്ടെ. അത് ഇന്റർനെറ്റ് അഡിക്ഷൻ ആയാല്, അത് ഹല്ലേലൂയ മറ്റ് നിലകളിലുള്ള അഡിക്ഷനുകളായാല് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ജീസസ്, ഹല്ലേലൂയ. തെറ്റായ ബന്ധങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചിഴിച്ചുകൊണ്ട്, എനിക്കറിയത്തില്ലെന്ന പകൽക്കാലം ദൈവാത്മ പറയും, തെറ്റായ ബന്ധങ്ങളിലേക്ക്, പ്രേമബന്ധങ്ങളിലേക്കൊക്കെ തലമുറകളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവരെ വേരോടെ പിഴുതു കളഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നാശം വിതയ്ക്കാൻ നിൽക്കുന്ന വ്യാപാരങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ, ഹല്ലേലൂയ, തെറ്റായ ഹല്ലേലൂയ ഇടങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന പൈശാചിക ശക്തികളെ ആത്മാവിൽ ബന്ധിക്കുക. പകൽക്കാലം പറ, എന്റെ തലമുറയിൽ വെളിപ്പെടേണ്ട നന്മ അവനിൽ വെളിപ്പെടും, അവളിൽ വെളിപ്പെടും. ദുഷ്ട പിശാചേ, എന്റെ തലമുറയും തൊടാൻ നിനക്ക് അധികാരമില്ല. അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, അല്ലെങ്കിൽ നിന്റെ തലമുറയെ പിടിക്കാൻ വരുന്ന ശക്തിയെ നീ പിടിച്ചു കെട്ടുകയാണ്. ഉടബലം, നിന്റെ മുന്തിരി വള്ളിയെ നശിപ്പിക്കാൻ വരുന്ന ശക്തിയെ നീ മുന്നേ കയറി പിടിച്ചു കെട്ട്. ഇവൻ കേറി വരുമ്പോഴേ, ഇവൻ ആലോചന ഇടുമ്പോഴേ ആത്മാവിൽ സെൻസ് ചെയ്ത് അതിനെ കെട്ടാനുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ബിസിനസ്സിനോട്, ഏത് മേഖലയാണോ, നിങ്ങളുടെ ആത്മീയ ജീവിതം, ശുശ്രൂഷാപരമായ, സഭാപരമായ ഏത് വിഷയങ്ങളായാലും ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ദുർശക്തികൾ ഇന്ന് പകൽക്കാല ശിഥിലമാകട്ടെ. ജീസസ്, ഹല്ലേലൂയ. ആഹാബിന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിന്റെ അരികില് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നാബോത്ത്, അവനൊരു ദൈവ മകനായിരുന്നു. അവന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാബിന്റെ കൊട്ടാരത്തിന്റെ അരികെ, ആഹാബിന്റെ അരമനയുടെ അരികെ നാബോത്തിനൊരു മുന്തിരിത്തോട്ടം. ആഹാബ് നോക്കുക ഒരു ദിവസം, ഹല്ലേലൂയ, ആഹാബ് ഇങ്ങനെ കൊട്ടാരത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുന്തിരിത്തോട്ടം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹല്ലേലൂയ. അവനൊരാഗ്രഹം, ഇതിനെ ഒന്ന് പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, മനുഷ്യന്റെ ഇത് കണ്ടോ, ഹല്ലേലൂയ, ഇതിനെ അങ്ങ് ചീരത്തോട്ടമാക്കണം. ഇന്ന് പകൽക്കാല പല നിലകളിൽ അസൂയോട് നിൽക്കുന്ന വ്യാപാരങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആഹാബ് ചിന്തിക്കണം, ഹല്ലേലൂയ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കണമെന്ന്. ഹല്ലേലൂയ. അതിനുവേണ്ടി ആഹാബ് നാബോത്തിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് താ, ഞാൻ വില തരാം. ആഹാബ് നാബോത്ത് പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തീരുമാനമുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. നാബോത്ത് പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരത്തില്ല. ഹല്ലേലൂയ. അവൻ അങ്ങനെ പറഞ്ഞു. ആഹാബിനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. കൊട്ടാരത്തിൽ ചെന്ന് ആഹാരം കഴിക്കുന്നില്ല, ജലപാനമില്ലാതെ ഹല്ലേലൂയ വളരെ വിഷമസന്ധിയിൽ ആരായിരിക്കുന്നു? ആഹാബായിരിക്കുക. ആ സമയത്താണ് ഇസബേല് ഇത് കണ്ടിട്ട്, നീ എന്തിനെങ്ങനെ ഭാരപ്പെടുന്നത്? അപ്പൊ ഇസബേലിനോട് ഇവൻ നടന്ന കാര്യമെല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചെന്ന് നാബോത്തിനോട് മുന്തിരിത്തോട്ടം ചോദിച്ചു, പക്ഷെ നാബോത്ത് പറഞ്ഞു, ഇല്ല, തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ ഭാരപ്പെടുകയൊന്നും വേണ്ട,
അത് ഞാൻ നിനക്ക് കൈവശമാക്കി തരാം, നിനക്കത് തരാം എന്ന് ഈസബേൽ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഈസബേല് ഹല്ലേലൂയ ഒരു 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 ആ, ആ, ഒരു കൂർമ്മ ബുദ്ധി അവൾ പ്രയോഗിക്കുകയാണ്. ഹല്ലേലൂയ. അവള് ഹല്ലേലൂയ ആഹാബിന് മുന്തിരിത്തോട്ടം പിടിച്ചു കൊടുക്കാൻ വേണ്ടി ചില വ്യക്തികളെ സമീപിച്ച്, മൂപ്പന്മാരെ സമീപിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഉപവാസം ക്രമീകരിക്കണം. ഹല്ലേലൂയ. ഉപവാസം ആകുമ്പോഴത്തേന് ആര് വരും? ഹല്ലേലൂയ, നാബോത്ത് വരുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കകത്ത് അല്ലെങ്കിൽ ഉപവാസത്തിനകത്ത് അവൻ വന്നിരിക്കും, ഉറപ്പ. കണ്ട, നമ്മുടെ ആത്മീക മേഖലകളിലൂടെ പോലെ കയറി വരുന്ന, ഞാൻ പറയുന്ന നിങ്ങളെ വേറെ തെറ്റായ രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകരുത്. അല്ലെങ്കിൽ ആത്മീക തലങ്ങളിലൂടെ പോലും ഹല്ലേലൂയ തെറ്റായ നിലകളിൽ നമുക്ക് ചതിക്കുഴികൾ ഒരുക്കി നിൽക്കുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ആത്മീക തലങ്ങളിൽ ഹല്ലേലൂയ വേറെ എങ്ങും പിടിക്കാൻ കിട്ടത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് തെറ്റായ നിലകൾ വ്യാഖ്യാനിച്ച് പ്രാർത്ഥന കൂട്ടായ്മകളൊന്നും മുടക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ സെൻസ് ചെയ്യണം. ഹല്ലേലൂയ. പലരെയും എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു. ചില കൂട്ടായ്മയ്ക്കകത്ത് കൊണ്ടിരുത്തിയിട്ട് ഹല്ലേലൂയ നാബോത്ത് തന്റെ നിഷ്കളങ്ക മനസാക്ഷിക്കകത്ത് ഒരു കൂട്ടായ്മയല്ലേ എന്ന് പോയി ഇരുന്നതാ. പക്ഷെ അവിടെ അവൻ ബന്ധിക്കപ്പെടുകയാണ്. എനിക്കറിയത്തില്ല ഈ വചന അങ്ങനെ കയറി വന്നതുകൊണ്ട് ഏതെങ്കിലും നിലകളിൽ ആത്മീക തലങ്ങളിൽ ആത്മീകരെന്ന് നടിക്കുന്നവർ ബന്ധിച്ച ബന്ധനങ്ങളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ആത്മീകരെന്ന് നടിക്കുന്നവർ, നാട്യം കാണിക്കുന്നവർ, ഹല്ലേലൂയ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതിവിനെ ദൈവം കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം അങ്ങനെ മുറിവേറ്റ ചില ഹൃദയങ്ങളെ യേശു അപ്പ സൗഖ്യമാക്കുകയാ. ഷൂഡാര അതരലഗജാര അല്ലെ കൂടി വരവുകൾക്കകത്തുനിന്ന്, കൂട്ടായ്മകൾക്കകത്തുനിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, മുറിവേറ്റ അവസ്ഥകൾക്കകത്തൊരു വിടുതലുണ്ടാകട്ടെ. പകൽക്കാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ചില ഹൃദയങ്ങളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവാത്മാവ് ഇടപെടും, ആ വിഷയത്തിനകത്ത് ഇടപെടും. അല്ലെങ്കിൽ അങ്ങനെ മുറിവേറ്റ ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുക. നീ ഭാരപ്പെടണ്ട, ഹല്ലേലൂയ, നീ വേദനപ്പെടണ്ട. നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കണ്ടോ, ഹല്ലേലൂയ. നാബോത്തിന്റെ മുമ്പിൽ ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ടിട്ടിട്ട് ഹല്ലേലൂയ നാബോത്തിനോട് പറയും, നീ പ്രധാന സ്ഥാനത്തിരിക്കണം. ഒന്നും കൂടെ അന്നേരം പുള്ളി ഹല്ലേലൂയ പോയി ഇരിക്കേണ്ടത് തയ്യാറാകും. ഹല്ലേലൂയ. വേറെ രീതിയിലൊന്നും പിടിക്കാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോ പ്രാർത്ഥന കൂടാനായിരുന്നെങ്കിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ മുഖ്യസ്ഥാനത്ത് കൊണ്ടിരുത്തിയാൽ, ഇന്ന് പകൽക്കാലം ദൈവികമല്ലാത്ത ഒരിടങ്ങളിൽ ഇരിക്കാൻ അനുവദിക്കരുതെന്ന് പകൽക്കാലം പ്രാർത്ഥിക്കരുത്. ദൈവികമല്ലാത്ത ഒരു ബന്ധങ്ങളും വേണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവികമല്ലാത്ത ഒരു സ്ഥാനങ്ങളും വേണ്ട, ദൈവികമല്ലാത്ത ഒരു കസാരകളും വേണ്ടെന്ന് പറ. ഹല്ലേലൂയ. പലതും നിന്നെ ചതിക്കുന്ന കുഴികളായി മാറും. അല്ലെങ്കിൽ നിന്റെ ശുശ്രൂഷയെ ഒതുക്കിക്കളയുന്ന, എനിക്കറിയത്തില്ല, നിന്റെ ആത്മീയ ആരാധന ഒതുക്കിക്കളയുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം പൊളിയട്ടെ. നിന്റെ നന്മകളെ ഹല്ലേലൂയ പിടിച്ചു കെട്ടാൻ നിൽക്കുന്ന വ്യാപാരങ്ങൾ, എനിക്കറിയാം ആത്മതലത്തിൽ വലിയ വിടുതൽ നടക്കുക. ഇതിനകത്തിരിക്കുന്നവരുടെ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവാത്മാവ് കൈമാറുമ്പോൾ അസാധാരണമായ വിടുതലുകൾ ആത്മതലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. ചില ദൂട്ടാം മൺമലങ്ങൾക്ക് വെട്ടേറ്റുകൊണ്ടിരിക്കുക, ചിലത് തകർന്നുകൊണ്ടിരിക്കുക, ചിലത് തകരുക. ഹല്ലേലൂയ. ചില സ്ഥാനമാനങ്ങൾ തന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചില മോഹന വാഗ്ദാനങ്ങൾ തന്ന്, ഹല്ലേലൂയ, മോഹിപ്പിച്ച്, ഹല്ലേലൂയ, നമ്മുടെ നല്ല അനുഭവങ്ങളെ കെടുത്തിക്കളയാൻ നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ
യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിച്ച ദൈവമേ, അങ്ങ് അനുവദിക്കാത്ത ഒരു ശുശ്രൂഷയും എനിക്ക് വേണ്ട. അങ്ങ് അനുവദിക്കാത്ത ഒരിടങ്ങളിൽ ഞാൻ ഇരിക്കാൻ അനുവദിക്കരുത്. അങ്ങ് അനുവദിക്കാത്ത ഒരിടങ്ങളിൽ നിൽക്കാൻ അനുവദിക്കരുതപ്പാ. ഹല്ലേലൂയ. അതിനുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് തരണമേ. അല്ലെങ്കിൽ വിവേചിപ്പാനുള്ള വരം എനിക്ക് തരണമേ. എന്റെ മുമ്പിൽ നിൽക്കുന്നവരെ വിവേചിപ്പാൻ ഒരു വിവേചന വരത്തിന്റെ ആത്മാവിന് ദൈവമേ എനിക്ക് തരണമേ. നാബോത്തിന് പറ്റിയ പരാജയം എന്റെ ജീവിതത്തിൽ വരാതിരിപ്പാൻ. ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് കെട്ടാൻ വരുന്നതിനെ അല്ലെങ്കിൽ ഈ കണ്ണ് കെട്ടി നമ്മളെ ചില സ്ഥലങ്ങളിൽ കൊണ്ടിരുത്താൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ചിലർ കണ്ണുകൾ ഇന്ന് പകൽക്കാലം തുറക്കട്ടെ. പിശാച് കെട്ടി ഇസബേല് കെട്ടിയ ഹല്ലേലൂയ ആത്മീയ കണ്ണുകൾ ഇന്ന് പകൽക്കാലം തുറന്നു വരട്ടെ. അതരഘടക ജല അടതരക ശാല വൈഡരാര അതുരാ ജലഘടക ശാത്താല വൈഡവാര അതുരാ ജലഘടക ശബാരകസി. ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം നീ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം നീ ഗതി പിടിക്കുന്നതല്ല. ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം നീ അനുഗ്രഹത്തിലേക്ക് കയറുന്നതല്ല. നിന്റെ വളർച്ചയെ മുരടിപ്പിക്കണം. അല്ലെങ്കിൽ നിന്റെ നന്മയെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം. ഇന്ന് പകൽക്കാലം അങ്ങനെ വ്യാപരിക്കുന്ന ചില അസൂയയുടെ മണ്ഡലങ്ങൾ യേശുവിന്റെ അഴിയട്ടെ. വൈഡ പ്രവജാല ഗട്ടിപ്രവജാല അതുരജാല ഘടകസി ജാലഘടകസി. ഹല്ലേലൂയ. സൂത്രമുള്ളിക്കരുത് സ്തോത്രം തരുന്ന ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. തീരജാല ഘടകസി. ഹല്ലേലൂയ. 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 മനസ്സിനകത്ത് സൂത്രമാ, ഹല്ലേലൂയ കയ്യിൽ സ്തോത്രമാ തരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആഴിയട്ടെ. അങ്ങനെ ബന്ധിക്കപ്പെട്ടു പോയ ചില വ്യക്തികളെ ദൈവം വിടിവിച്ച് പുറത്തു കൊണ്ടിരിക്കുക. ആത്മാവിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നു. അതരഘടക ജലഘട്ടന റിഗജാൽക്കര ലബത്തെ മറാസകേരെ റേകോ റിബാല ഹർഷ പ്രഭദേ ലംദഗട്ടി ജലഘട്ടി ജനകട്ടി മറകട്ടി ശാലകെട്ടി പ്രഭദാരികട്ടി വേദകെട്ടി പ്രബന്ധേരികട്ടി സേറ്റകെട്ടിയാല അസ്തലാദ പരകക്ഷ പ്രവചാല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങളെ ദൈവം അഴിച്ചു മാറ്റുക. അസ്തലാധര ലഗധാര. ഇന്ന് പകൽ ചില ഓപ്പണിങ്ങുകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ഹല്ലേലൂയ നന്മകളെ നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് ഇത് അടുത്ത പുരോഗതിയിലേക്ക് കയറുമെന്ന് കണ്ട അതിനെ ഇല്ലായ്മപ്പെടുത്താൻ ദുഷ്ടപിശാച് നിങ്ങളുടെ ആത്മതലങ്ങളെ ബൈൻഡ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അത് അഴിയുക. യേശുവിന്റെ നാമത്തിൽ അത് അഴിയുന്നു. നിങ്ങൾ അന്യഭാഷകളിൽ ഇപ്പോൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിനകത്ത് ചില പൈശാചിക മേഖലകൾ നിങ്ങളെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ചില ചതിക്കുഴികൾക്കകത്തുനിന്ന് ചിലർ പുറത്തു വരികയാ. അത് നിന്റെ സ്ഥാനമല്ല. അത് നീ ഇരിക്കേണ്ട ഇടമല്ല. നീ ചെന്ന് ഇരുന്ന നിന്നെ ഇരുത്തിയ ചില അനുഭവങ്ങൾക്കകത്തുനിന്ന് ആത്മാവിൽ പുറത്തു എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത പോലെ ദൈവ സാന്നിധ്യം എന്നെ വലിച്ചലിച്ചു കൊണ്ടിരിക്കുക. പ്രവത്തല വൈഡി പ്രവത്തര വൈഡ പ്രവത്തര വേദ പ്രവത്തര വൈഡ പ്രവതാര ഘടകസ്തി മേന വൈശ്യ പ്രവത്തോരിയാല ഘടകസ്തിയാര വേദ വൈഡജാല ഘട്ടപ്രഭാര ദൂര വൈഡമാനഘട്ട പ്രവതാരക ശക്തലാദരെ മനദേരി ഘട്ടി മനത്തോരി വൈഡാരകസ്തിയാരകത്തെ. യേശുവിന്റെ നാമത്തിൽ അഴിവുകൾ സംഭവിക്കുക. ഹല്ലേലൂയ. ഞാൻ കൺക്ലൂഡ് ചെയ്ത് വരട്ടെ. ഹല്ലേലൂയ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ അവകാശമാക്കാൻ ഹല്ലേലൂയ ഇസബേൽ തന്ത്രം മെനഞ്ഞു അവനെ ഉപവാസപ്രാപ്തിയുടെ മുന്നിലിരുത്തി 2 നീചന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇവൻ രാജാവിന് വിരോധമായി പ്രവർത്തിച്ചുവെന്ന നുണപ്രചരണങ്ങൾ നടത്തി. അതേ നേരായുള്ള നിങ്ങൾക്ക് എതിരെ പറയുന്നത്. ഹല്ലേലൂയ.
അല്ലെങ്കിൽ നുണപ്രചരണങ്ങൾ നടത്തി എന്നെയും നിങ്ങളെ തകർത്ത് കളയാൻ നിൽക്കുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കഴിഞ്ഞു മാറുക. വിശ്വസിക്കുന്നവരുടെ മേൽ അതിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അത് വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. നുണകൾ പറഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെ കല്ലെറിയാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കെതിരെ കല്ലെറിയാൻ നിൽക്കുന്ന, തകർത്തു കളയാൻ നിൽക്കുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇസബേലിയ വ്യാപാരങ്ങൾ, ആഹാബിയ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. രണ്ട് നീചന്മാരെ എഴുന്നേൽപ്പിച്ചു നുണ പറഞ്ഞ് കല്ലെറിഞ്ഞു കൊന്നു. ഹല്ലേലൂയ. നിങ്ങൾ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം വായിക്കണം. അല്ലെങ്കിൽ ആരും ഇതൊന്നും അറിഞ്ഞില്ലെന്നാ ഓർത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയിൽ പറഞ്ഞു നാബോത്തെ, ആഹാബിനോട് പറഞ്ഞു നീ ഇനി ദുഃഖിക്കണ്ട, ആണ്ട് ഹല്ലേലൂയ നാബോത്ത് ഇല്ല, നാബോത്ത് തീർന്നു, അവന്റെ മുന്തിരിത്തോട്ടം നീ പോയി പിടിച്ചോളാൻ പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഏറ്റെടുക്കാൻ വേണ്ടി അവൻ ഇറങ്ങി വരുമ്പോഴത്തേന് ആഹാബിനെതിരെ ഏലിയാവ് വരികയാ. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഇതാ ഹല്ലേലൂയ ദുഷ്ടൻ ഹല്ലേലൂയ നാബോത്ത് കൊന്നിട്ട് അവന്റെ നന്മ അപകരിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം അറിയാതെ എന്റെ നിങ്ങളുടെ നന്മ അപകരിക്കാൻ ഒരു ശക്തികൾക്ക് കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന വേദന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്ന് ഉറക്കെ കരയാൻ, ഉറക്കെ നിലവിളിച്ച് ഹല്ലേലൂയ ആ നിലവിളി കേട്ടിട്ട് ആരും സഹായിപ്പാൻ നാബോത്തിന് വേണ്ടിയില്ലായിരിക്കാം. ഹല്ലേലൂയ. ആ ജീവിതത്തിൽ തന്റെ അവസാനം നിമിഷങ്ങൾ അതിദാരുണമായി താൻ വധിക്കപ്പെടുവാൻ, കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നുവെങ്കിലും തനിക്ക് വേണ്ടി ചോദിക്കാൻ സ്വർഗം ഇറങ്ങിയെന്ന ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങനെ പറഞ്ഞു ദൂതിനെ അവിടുന്ന് പരിമിതപ്പെടുത്തി കൊണ്ടുവരിക. ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി വാദിക്കാൻ ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കുക. നാബോത്തെ ഇല്ലാതായിട്ടുള്ളൂ, നാബോത്തിന്റെ ദൈവം ജീവിക്കുക. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രതികാര ക്രിയയാണ് ഹല്ലേലൂയ ആഹാബിന്റെ കൂടാരത്തിൽ നടക്കുവാനിടയാ തരുന്നത്. ഏത് മണ്ണാണോ നീ ഹല്ലേലൂയ ചീരത്തോട്ടമാക്കുമെന്ന് പറഞ്ഞത്, അതിനെ ശവപ്പറമ്പാക്കിക്കൊണ്ട് അല്ലേ ഹല്ലേലൂയ നാബോത്തിന്റെ രക്തം വീണ ഹല്ലേലൂയ ആ മണ്ണിനകത്ത് ആഹാബിന്റെ തലമുറയെ കുഴിച്ചിടത്തക്ക നിലകളിൽ, ആഹാബിന്റെ തലമുറയുടെ ഹല്ലേലൂയ ശരീരം അവിടെ കിടക്കത്തക്ക നിലകളിൽ. ഹല്ലേലൂയ. ദൈവം ഇടപെട്ടെങ്കിൽ പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. എനിക്കറിയത്തില്ല ഇന്ന് ഇങ്ങനെ ദൂത് കയറിപ്പോയതിന്റെ കാരണം. പകൽക്കാലം അസാധാരണ വിടുതലുകൾ സംഭവിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ആഹാബിന്റെ കാര്യം പറഞ്ഞു, മുന്തിരിത്തോട്ടം പറഞ്ഞ് ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം വ്യത്യസ്തമായ വെളിപ്പാടിനകത്തേക്ക് ദൈവാത്മാവ് എന്നെ കടത്തിക്കൊണ്ടു പോകുവാനിടയായി. ഞാൻ ഇതുവരെ പറയാത്ത ആത്മീക വെളിപ്പാടുകൾ ദൈവം ഇന്ന് പകലിൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഇതിനകത്ത് ചില ജീവിതങ്ങളുടെ വിടുതൽ സംഭവിച്ചിരിക്കുക. ചില ആഹാബിയ ഇസബേലിയ ശക്തികളെ ദൈവം ഇന്ന് പകൽ വെട്ടുകയാണ്. അതാ മുന്തിരിത്തോട്ടം പൂത്തു തുടങ്ങിയപ്പോഴേ അതിനെ വേരോട് പിഴുതു കളയാൻ നിൽക്കുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. ഇത് പകൽക്കാലം പറ ഹല്ലേലൂയ. പുഷ്പിക്കുക മാത്രമല്ല, കായ്ക്കും. ഹല്ലേലൂയ. ആ കായ് പഴുക്കും. ഹല്ലേലൂയ. 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 പൂർണ്ണമായ ഒരു ഫലം, പൂർണ്ണമായ ഒരു ഫലപ്രാപ്തിയിലേക്ക്, ഒരു വിളവെടുപ്പിലേക്ക്, ഒരു ഹാർവസ്റ്റിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ഫലത്തെ ഇല്ലാതാക്കാൻ, എന്റെ ആ നന്മയുടെ സീസണെ ഇല്ലാതാക്കാൻ, എന്റെ അനുഗ്രഹത്തിന്റെ സീസണെ ഇല്ലാതാക്കാൻ ദുഷ്ടപിശാചേ നിനക്കോ നിന്റെ അധികാരങ്ങൾക്കോ കഴിയത്തില്ല. കാരണം ജയിച്ചവനായ കർത്താവിന്റെ കൂടെയുണ്ട്. അവിടുന്ന് എൻ്റെ രക്ഷ, അവിടുന്ന് എൻ്റെ വിടുതല്. ആ സന്മുഖത്തു നിന്ന് എൻ്റെ വിടുതൽ വരുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. എൻ്റെ നോട്ടം അങ്ങോട്ടാ. ഹല്ലേലൂയ. ആ സന്മുഖത്തു നിന്ന്, ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തു നിന്ന് എൻ്റെ രക്ഷ. ഹല്ലേലൂയ. ദൈവമേ, നീ എൻ്റെ മുഖപ്രകാശ രക്ഷയാകുന്നു, നീ എൻ്റെ ദൈവമാകുന്നു. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവിടുന്ന് മുഖപ്രകാശ രക്ഷയായിട്ടുണ്ട്. അവിടുന്ന് നമുക്കൊരാശ്വാസ കാലമുണ്ട്.
ഹല്ലേലൂയ. 40 വയസ്സോളം പ്രായമുള്ള ഹല്ലേലൂയ പിറവിയിലെ മുടന്തനായ മനുഷ്യൻ ഇരുന്നു പോയ അനുഭവങ്ങൾക്കകത്തു നിന്ന് അവൻ എഴുന്നേറ്റെങ്കിൽ, അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, അവനെ ഇരുത്തിയ ശക്തികളെ പൊട്ടിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി ആലയത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കത്തക്ക നിലവാരത്തിൽ ഹല്ലേലൂയ അവന്റെ സീസണെ ദൈവം ചേഞ്ച് ആക്കിയെങ്കിൽ, ഹല്ലേലൂയ, ദൂത് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ, 40 വയസ്സോളം പ്രായമുള്ള ഈ മനുഷ്യൻ ഹല്ലേലൂയ ഹല്ലേലൂയ മുടന്തനായിട്ട്, ഹല്ലേലൂയ, പിറവിയിലെ ജനിച്ചപ്പോ തൊട്ട് മുടന്തനായിരുന്നു. ചിലര് കൂടി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ കൊണ്ടിരുത്തുകയായിരുന്നു. അവരവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചുള്ള ഹല്ലേലൂയ ഒരു സമയമേ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ സമയം ചേഞ്ചായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ചില ദൈവിക ഇടപെടലുകൾ, നിന്റെ സ്ഥാനം മാറും. ചേഞ്ച് ആയാൽ, സീസൺ ചേഞ്ച് ആയാൽ നിന്റെ പൊസിഷനുകൾ മാറും. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഇടപാട് എല്ലാ മേഖലകളും, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തുക, സമൂലമായ ഒരു വിടുതൽ. ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിൽ, തലമുറയിൽ, ഹല്ലേലൂയ, ആത്മീക അനുഭവങ്ങൾക്കകത്ത്, ഭൗതിക തലങ്ങൾ, സാമ്പത്തിക മണ്ഡലങ്ങൾക്കകത്ത്, എല്ലാ മേഖലകളും, ഹല്ലേലൂയ, മൊത്തത്തിൽ ഒരു ചേഞ്ചസ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തരിക. ഹല്ലേലൂയ. യഹോവയുടെ സന്മുഖത്ത് നിന്ന്, ദൈവത്തിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസത്തിന്റെ കാലങ്ങൾ അത് ദൈവത്തിനകത്ത് വെളിപ്പെടുക. ഈ ഡിവൈസിനകത്തിരിക്കുന്ന 47 ഡിവൈസുകൾക്കകത്ത് അതിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. തുടർന്നും പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ജനത്തോട് സംസാരിക്കും. മഹത്വവും മാനവും പുകഴ്ച മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിലയേറിയ സമയമാണ് നിങ്ങൾ ദൈവസന്നിധിയിലായിരുന്നത്. എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. എനിക്ക് വേണ്ടി വിലപ്പെട്ട അവസരം മാറ്റിവെച്ച കർത്താവിന്റെ അഭിഷിക്ത ദൈവദാസിയോടും ശുശ്രൂഷയിൽ എന്നോടൊപ്പം ഇതുവരെ ആയിരുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് തുടർന്നും സംസാരിക്കട്ടെ. നിങ്ങളോട് ഈ വചനത്തിന്റെ ദൂത് ഇന്ന് പകൽ മുഴുവൻ നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവാത്മാവ് നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങളെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരാശ്വാസത്തിന്റെ കാലം, നന്മയുടെ കാലം എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തി കർത്താവ് മാനിക്കും. ആമേൻ ആമേൻ ആമേൻ.